തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം AC കത്തിച്ചു. സർജൻ കോൺഫറൻസ് നടക്കുന്ന ഹാളിന് സമീപമാണ് അക്രമം. ചുറ്റികയും ഗ്യാസ് സിലിണ്ടറുമായി എത്തിയ ആൾ അക്രമം സൃഷ്ടിക്കുകയായിരുന്നു. സാനു കെ സജീവ് ചേരുന്നു. സാനു, എന്തായിരുന്നു സംഭവിച്ചത്? തൃശൂർ മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം AC കത്തിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം സർജൻ കോൺഫറൻസ് ഹാളിന് സമീപമുള്ള AC-യുടെ ഉപകരണങ്ങളൊക്കെ വെക്കുന്ന പ്രദേശത്താണ് ഇദ്ദേഹം അക്രമം നടത്തിയത്. അതായത് ഗ്യാസ് സിലിണ്ടറും ചുറ്റികയുമായിട്ട് എത്തിയ ആളാണ് ഈ സെക്യൂരിറ്റിനെ പൂട്ടിയിട്ട ശേഷം കോൺഫറൻസ് ഹാളിന് സമീപമുള്ള പ്രദേശങ്ങളിൽ തീയിട്ടത്. എന്തായാലും ഇദ്ദേഹത്തിന് അമ്മ കഴിഞ്ഞ 2 ദിവസമായിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇദ്ദേഹവും ഒപ്പം ഉണ്ടായിരുന്നു. മദ്യപിച്ചെത്തി ഇദ്ദേഹത്തെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആശുപത്രിയിൽ നിന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം എത്തി ഇദ്ദേഹം മദ്യപിച്ചിരുന്നില്ല. എന്നാൽ പതിവായിട്ട് മദ്യപിക്കുന്ന ഇദ്ദേഹം മദ്യപിക്കാതെ എത്തുകയും തുടർന്ന് വിഭ്രാന്തി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മാനസിക വിഭ്രാന്തി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു AC-യുടെ ഉപകരണങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് ബലം പ്രയോഗിച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം ഈ ഉപകരണങ്ങളൊക്കെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല. മാനസിക അസ്വാസ്ഥ്യം ഉള്ള ആളായതിനാൽ തന്നെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. മെഡിക്കൽ കോളേജ് അധികൃതർ പരാതി നൽകിയാൽ മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.